എന്താ സാറേ? എന്താണെന്നൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. താനിപ്പോ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറാൻ നോക്ക്. കാരണമില്ല എന്തിനാ സാറേ ഞാൻ നിങ്ങളുടെ വണ്ടി കയറുന്നേ? കാരണമില്ലാതെ ആരെയും ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറ്റാറില്ല. എന്നാ പിന്നെ സാറൊരു കാര്യം ചെയ്യ്, സാറ് വണ്ടി കൊണ്ടുപോയിക്കോ, ഞാൻ പിന്നാലെ അങ്ങ് വരാം. അങ്ങനെ പിന്നാലെ വരേണ്ടവനല്ല താൻ, ഞങ്ങൾക്കൊപ്പം വരേണ്ടവനാ. താനിറങ്ങ്. കാരണം അറിഞ്ഞാലേ താൻ പോലീസ് വാഹനത്തിലോട്ട് കയറത്തുള്ളോ? അല്ല സാറേ, പെട്ടതിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് പോകാൻ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്റ്റേഷനിൽ ചെന്ന് അറസ്റ്റ് ചെയ്തതിന്റെ കാരണം അറിയുമ്പോൾ തനിക്ക് മനസ്സിലാവും തന്റെ ഭാഗത്തുള്ള തെറ്റെന്താണെന്ന്. കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. കേസ് തന്നിരിക്കുന്നത് സാധാരണ ആൾക്കാരല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് കയറാൻ നോക്ക്. അല്ലെങ്കിൽ ഈ പൊതുനിരത്തിൽ വെച്ച് തല്ലി തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും. അത് വേണ്ട സാറേ, ഒരു നിമിഷം, എനിക്ക് 1-2 പേരെ വിളിക്കാനുണ്ട്. ആരെയും വിളിക്കണ്ട. എനിക്കറിയാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തനിക്ക് ഒരുപാട് പിടിപാട് കാണുമെന്ന്. അതുകൊണ്ടാണ് കംപ്ലൈന്റ് കിട്ടിയപ്പോ തന്നെ മിന്നൽ വേഗത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയത്. കേറടോ, ചെല്ല്. കേറടോ. സാറേ, ഇനി എന്റെ തല്ലല്ലേ സാറേ, ഇനി തല്ലിയ ഞാൻ ചത്തുവോ സാറേ? ഇങ്ങോട്ട് പോടാ സാറേ. നിന്റെ സഹായിയായ ഇവൻ എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ നിനക്കിപ്പോഴും മടിയാണല്ലേ? ഇല്ല സാറേ, ഇല്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ തല്ല് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നിന്റെ വാരിയിലും നട്ടലും ഒക്കെ ചവിട്ടി ഓടിക്കും. അയ്യോ വേണ്ട സാറേ, അയ്യോ. നടന്ന എന്താണെന്ന് വെച്ചാ പറയടാ. വേണ്ട സാറേ, വേണ്ട സാറേ, പറയടാ. അയ്യോ പറയടാ. വേണ്ട സാറേ, ഞാൻ പറയാം സാറേ, എല്ലാം പറയാം സാറേ, പറയാം സാറേ. കാറിൽ ലോറി കൊണ്ട് തട്ടിക്കാൻ ഇവന് കൊട്ടേഷൻ കൊടുത്തത് ഞാനാ സാറേ. പിന്നെ എന്തിനാടാ ഇത്രയും സമയം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്? അയ്യോ, അതിന് നിനക്കൊരു സമ്മാനം കൂടി തരാം. അയ്യോ, അയ്യോ, അയ്യോ.